ഇതാ ഇന്ത്യ മുന്നണിക്ക് സാക്ഷി മാലിക്കിന്റെ കരച്ചിൽ, ബ്രജ്ഭൂഷന്റെ കീഴിൽ തകർന്നുപോയ സ്വപ്നങ്ങളുമായി വന്ന വിനയ് ഫോഗട്ടിന്റെ ഷാഫി മുന്നിലെത്തിയിരിക്കുന്നു. വടകരയിലെ 979 വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ. കെ ശൈലജ വീണ്ടും ലീഡ് ഉയർത്തിയിരിക്കുന്നു 945 വോട്ടുകൾക്ക്. വടകരയിൽ അതിശക്തമായ പോരാട്ടമാണ്. ലീഡ് നില മാറി മറിയുന്നു. ഇപ്പോൾ അനുനിമിഷം വടകരയിൽ മാറി മറിയുന്നു. ഷാഫി പറമ്പിലും കെ ശൈലജയും തമ്മിൽ ഇപ്പോ വടകരയിലെ കെ ശൈലജ 945 വോട്ടുകൾക്ക് മുന്നിലാണ്. വടകരയിലെ കെ ശൈലജ 945 വോട്ടുകൾക്ക് മുന്നിലാണ്. ഇടുക്കിയിലെ ഇപ്പോൾ പിന്നിൽ കൊടിക്കുന്നിൽ സുരേഷിനെ മറികടന്ന് 695 ലീഡുമായി ചെറുപ്പക്കാരൻ അരുൺകുമാർ മുന്നിലേക്ക് പോകുന്ന കാഴ്ച മാവേലിക്കരയിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, ദേശീയ തലത്തിലെ മനോഹരമായ സ്ക്രീൻ ഇത് നോക്കൂ. ആ സ്ക്രീനിൽ 267 ഇടങ്ങളിൽ രാഹുൽ ഗാന്ധി ലീഡ് ചെയ്യുമ്പോൾ 230 ഇടങ്ങളിലേക്ക് മോദി ചുരുങ്ങുന്നു. ഇതും മോദിയുടെ യുഗാന്ത്യത്തിന്റെ തുടക്കമോ അതോ രാഹുലിന്റെ ഉദയമോ? 267 ഇടങ്ങളിലാണ് ഈ ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നത്. കേവല ഭൂരിപക്ഷത്തിന് 5 സീറ്റ് അകലെ ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ ഇത് ഉന്മേഷമാർന്ന വിജയം, ഇത് ഉന്മാദമാർന്ന സ്ക്രീനാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരുപക്ഷേ വ്യത്യസ്ത ടെലിവിഷൻ ചാനലുകൾ വ്യത്യസ്ത സൂചനകൾ നൽകുന്നുണ്ടാവും ദേശീയ തലത്തില്. പക്ഷേ നികേഷ് 200 അട്ടിമറിച്ചിരിക്കുന്നു. കണ്ണൂരിൽ എം വി ജയരാജൻ 864 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കണ്ണൂരിൽ എം വി ജയരാജൻ 3 വരാം. കണ്ണൂരിൽ എം വി ജയരാജൻ നോക്കൂ. വടകരയിൽ ഷാഫിയുടെ അപരമാർ 46 വോട്ട് പിടിച്ചിരിക്കുന്നു. പക്ഷേ കെ ശൈലജ ടീച്ചർ തന്നെ വടകരയിൽ ഇപ്പോഴും ലീഡ് ചെയ്യുന്നു. നോക്കൂ, ഇന്ത്യ മുന്നണി കോഴിക്കോട് 1026 നോക്കിയാലും 200 മുകളിലേക്ക് ഇന്ത്യ മുന്നണി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. 270 വരെ എത്തിയിരിക്കുന്നു. 200 മുകളിലേക്ക് ഇന്ത്യ മുന്നണിയുടെ പടയോട്ടമാണ് നടക്കുന്നത്. പാലക്കാട് എ വിജയരാഘവൻ 130 വോട്ടുകൾക്ക് മുന്നിൽ. ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ 767 വോട്ടുകൾക്ക് മുന്നിൽ. കോഴിക്കോട് എം കെ രാഘവൻ 1026 വോട്ടുകൾക്ക് മുന്നിൽ. ആലത്തൂരിൽ രാധാകൃഷ്ണൻ മുന്നിൽ. ആലത്തൂരിൽ 767 വോട്ടുകൾക്ക് രാധാകൃഷ്ണൻ മുന്നിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, കേവല ഭൂരിപക്ഷത്തിന് 5 സീറ്റുകൾ അകലെ നിൽക്കുന്നു. എല്ലാ TV സ്ക്രീനുകളിലും രാഹുൽ ഗാന്ധി ഇതാ മുന്നേറ്റം നടത്തുന്നു. തേജസ്വി യാദവ് ആറ്റിങ്ങലിൽ വി ജോയ് വീണ്ടും മുന്നോട്ട് 1003 വോട്ടുകൾക്ക്. തരൂർ 1712. എറണാകുളത്ത് ഷൈൻ ടീച്ചർ നോട്ട് ഷൈനിങ് അറ്റ് ഓൾ. അവിടെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ 2ാം സ്ഥാനത്ത്, രണ്ടാമത് പോലും എത്താതെ ഷൈൻ ടീച്ചർ. തിരുവനന്തപുരത്ത് ശശി തരൂർ ഷൈൻ ടീച്ചർ എവിടെ? ഷൈനിങ് എവിടെ? ശശി തരൂർ തിരുവനന്തപുരത്ത് 1712 വോട്ടുകൾക്ക്. ആറ്റിങ്ങലിൽ വി ജോയ് 1003 വോട്ടുകൾക്ക്. ചാലക്കുടിയില് LDF 1148 അവിശ്വസനീയമായ മുന്നേറ്റം. ചാലക്കുടിയിൽ സി രവീന്ദ്രനാഥിന്റെ 1148 വോട്ടുകൾക്ക് ചാലക്കുടിയിൽ മുന്നിൽ നിൽക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതാ നോക്കൂ, രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ ഒരു തരംഗമാണോ ഇന്ത്യ കാത്തുവച്ചിരുന്നത്? ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. എല്ലാ എക്സിറ്റ് പോളുകളും എക്സിറ്റ് ആവുന്നു. എക്സാറ്റ് പോളിൽ രാഹുൽ ഗാന്ധിയുടെ തരംഗം. പ്രിയപ്പെട്ട രാഹുൽ, നിങ്ങൾ തോറ്റുപോയാലും ഈ ലീഡിനു നന്ദി. ഇത് ഇന്ത്യയുടെ നന്ദി. നോക്കൂ, വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡ് 8718 ഉയർന്നിരിക്കുന്നു. രാഹുൽ വെള്ളിക്കടി പാറിക്കും വയനാട്ടിൽ. രാഹുൽ ഇതാ 10,000-ത്തിനടുക്കുന്നു. എറണാകുളത്ത് UDF ലീഡ് നിലനിർത്തുന്നു. ചാലക്കുടിയിൽ LDF മുന്നിലാവുന്നു. രാഹുൽ 10,000-ത്തിലേക്ക്. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് 1649 വോട്ടുകൾക്ക് മുന്നിൽ. 1649 വോട്ടുകൾക്ക് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മുന്നിൽ. ഇടുക്കിയിൽ ഡീൻ 12,975 വോട്ടുകൾക്ക് മുന്നിൽ. നോക്കൂ, ഇന്ത്യ മുന്നണിയുടെ ലീഡ് അവിശ്വസനീയമായ വിധം എല്ലാ എക്സിറ്റ് പോളുകളെയും കടപുഴക്കി എറിഞ്ഞ് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ സ്ത്രീകൾ വോട്ടെഴുതുന്നു. രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി വോട്ടെഴുതുന്നു. പ്രിയ രാഹുൽ, നിങ്ങൾ എഴുതുന്നത് രാഷ്ട്രീയ കാവ്യം, നിങ്ങൾ എഴുതുന്നത് ഒരു രാഷ്ട്രീയ ചരിത്രം. ആലപ്പുഴയിൽ കാര്യങ്ങൾ മാറി പറഞ്ഞു. KC വേണുഗോപാൽ 1473 വോട്ടുകൾക്ക് ആലപ്പുഴയിൽ KC വേണുഗോപാൽ. ശോഭയുടെ ശോഭ മാഞ്ഞു. ശോഭയും KCയും തമ്മിൽ സിറ്റിംഗ് MP ആരിഫിന്റെ
കനൽ കെടുത്തി ശോഭയും കേസിയും. CNN ടാലി പ്രകാരം 200 കടന്നിരിക്കുന്നു ഇന്ത്യ മുന്നണി. എക്സിറ്റ് പോളിൽ 400-നേറെ. വടകരയിൽ ഷാഫി മുന്നിൽ 34 വോട്ടിന്റെ ലീഡ്. മാറി പറയുന്നു വടകരയിൽ അതിശക്തമായ പോരാട്ടമാണ്. ഷാഫി പറമ്പിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് 34 വോട്ടുകൾക്ക് മുന്നിൽ. ആലപ്പുഴയിൽ KC മുന്നിൽ നിൽക്കുന്നത് 1473 വോട്ടുകൾക്ക്. ചാലക്കുടിയിൽ LDF ഇപ്പോൾ മുന്നിലെത്തി നിൽക്കുന്നു. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് തന്റെ തേരോട്ടം തുടരുന്നു. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് മുന്നിൽ നിൽക്കുന്നു. എറണാകുളത്ത് ഹൈബീഡൻ മുന്നിൽ നിൽക്കുന്നു. ചാലക്കുടിയിൽ LDF മുന്നിലാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും ലീഡ് ചെയ്യുന്നു. അതിശക്തമായ പോരാട്ടം നടക്കുന്നത് ഇപ്പോൾ ആലപ്പുഴയിലാണ്. KC വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള ഇഞ്ചോടിഞ്ചു മത്സരമാണ് ആലപ്പുഴ. ആലത്തൂരിൽ K രാധാകൃഷ്ണൻ ലീഡ് 767 വോട്ടുകളായി മാറിയിരിക്കുന്നു. ആലത്തൂരിലെ K രാധാകൃഷ്ണൻ. കേരളത്തിൽ LDF UDF ശക്തമായ പോരാട്ടം 8-11-1 എന്ന നിലയ്ക്കാണ് മുന്നേറ്റം. ആദ്യ റൗണ്ട് എണ്ണി കഴിഞ്ഞപ്പോ കോഴിക്കോട് MK രാഘവന്റെ ലീഡ് 1250 വോട്ടുകൾ. കോഴിക്കോട് MK രാഘവൻ 1250 വോട്ടുകൾക്ക് മുന്നിലാണ്. പ്രിയ പ്രേക്ഷകർ അറിയുക, എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും കേരളത്തിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും തന്നെയും അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ്. ഇന്ത്യ മുന്നണിയുടെ അതിശക്തമായ മുന്നേറ്റം നടക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട. പറഞ്ഞോട്ടെ, കോഴിക്കോട് BJP രണ്ടാമത്, എളമരം കരീം 3-ാം സ്ഥാനത്ത്. ആദ്യ റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴേക്കും എളമരം കരീമിന്റെ തൊട്ടടുത്ത് എളമരം കരീം 3-ാം സ്ഥാനത്തും BJP MT രമേശ് 2-ാം സ്ഥാനത്തും. രാഹുൽ ഗാന്ധിക്ക് 14,030 വോട്ടിന്റെ ലീഡായിരിക്കും. 14,000-ലേക്ക് രാഹുൽ ഗാന്ധി ലീഡ് നില ഉയർത്തുന്നു. ഇന്ത്യ മുന്നണിയും NDയും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന് എല്ലാ TV സ്ക്രീനുകളും കാണിക്കുന്നു. ഒരെഡ്ജ് ഇന്ത്യ മുന്നണിക്ക് എപ്പോഴും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കിൽ വാരാണസിയിൽ അജയ് റായ് പത്തനംതിട്ടയിലെ UDF ആന്റണി മുന്നിലാണ്. ആന്റണിയാണ് മുന്നിൽ 1866 വോട്ടുകൾക്ക്. മോദി പിന്നിലായിരിക്കുന്നു. ഇതാദ്യമായി ഒരുപക്ഷെ ഈ 3 തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും സ്ക്രീനിൽ എഴുതേണ്ടി വന്നിട്ടില്ല മോദി നിങ്ങൾ പിന്നിലാണെന്ന്. പ്രേക്ഷകരെ, വിത്ത് റൈഡർ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം മാത്രമാണ് അജയ് റായ് മുന്നിൽ നിൽക്കുന്നത്. വാരണസിയിലെ നരേന്ദ്രമോദി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് പിന്നിൽ നിൽക്കുന്നു. ഗുജറാത്തിലെ ഗാന്ധി നഗറില് അമിത്ഷാ 7311 വോട്ടുകൾക്ക് മുന്നിലാണ്. നോക്കൂ, സ്ക്രീൻ നോക്കുക. LDA 234 മാത്രം നിൽക്കുമ്പോൾ ഇന്ത്യ ബ്ലോക്ക് 261. വ്യത്യസ്ത ടെലിവിഷൻ സ്ക്രീനുകൾ നോക്കുക. വ്യത്യസ്ത ടെലിവിഷൻ ചാനലുകളിലും ഇഞ്ചോടിഞ്ചാണ് മത്സരം. 2014 കാണാത്ത 2019 കാണാത്ത വലിയൊരു ട്രെൻഡ് ഉണ്ട് എന്ന് നമ്മൾ ആദ്യം മുതൽ പറയുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ശരി. അദാനിയുടെ NDTVയിൽ കാണിക്കുന്നത് 277 LDA, 205 ഇന്ത്യ ബ്ലോക്ക് എന്നതാണ്. ഈ എക്സിറ്റ് പോളിന്റെ മറിഞ്ഞു പോകരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞതാണ്. 179 ടൈംസ് നൗ കാണിക്കുന്നു. എല്ലായിടങ്ങളിലും ഇഞ്ചോടിഞ്ചു പോരാട്ടം ഇന്ത്യ മുന്നണി. വാരണസിയിൽ 6203 വോട്ടിന് മോദി പിന്നിൽ. നോക്കൂ, ഇത് ആം ആദ്മിയുടെ ഇന്ത്യയുടെ രാജസ്ഥാനിലെ സിക്കറിലെ CPM മുന്നിൽ. രാജസ്ഥാനിലെ സിക്കറിൽ 2007 വോട്ട്. കണ്ണൂരിൽ 2007 വോട്ട്. 2007 വോട്ടിന് കണ്ണൂരിൽ MV ജയരാജൻ മുന്നിലാണ്. ഇന്ത്യ മുന്നണി മുന്നിൽ 36. ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണി മുന്നിൽ 36-37. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് നിങ്ങൾ കാത്തിരുന്ന നിമിഷം. ഇന്ത്യ മുന്നണിയുടെ പോരാട്ടം തുടരുന്നു. അവസാനിച്ച